യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാൻ, ദൈവകരുണ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വരാൻ പോകുന്ന ആരാധന മണിക്കൂറിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധനയിലൂടെ നീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാവരിലേക്കും ദൈവിക കൃപ സമൃദ്ധമായി വർഷിക്കുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോയേ നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും മുട്ടുമേലായിരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ
ചില വാരാന്ത്യ മാതൃകകൾ ആണ് പലപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ എടുത്ത് ഉദ്ധരിക്കുന്നത്. ഉടമ്പടി ധ്യാനത്തിൻ്റെ വാരാന്ത്യ മാതൃകകളെന്ന് പറയുന്നത് ഉടമ്പടി ഒരു വിശ്വാസ പ്രയോഗ ജീവിതമാണ്. വളരെ പ്രാക്ടിക്കലായി, വളരെ മാത്തമാറ്റിക്കലായി ഉടമ്പടി ആട്രിബ്യൂട്ട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ വളരെ ഗണിതശാസ്ത്രപരമായ പ്രിസൈസുള്ള, പൂർണ്ണതയുള്ള, സൂക്ഷ്മതയുള്ള അനുഭവങ്ങളാണ് നമ്മൾ ഉടമ്പടിയിലെ ധ്യാനത്തിലെ മാതൃകയാക്കുന്നത്. സാധാരണ വിശ്വാസ ജീവിതത്തെ പോലെയുള്ള ഒരു ആംബിഗ്വസ് ആയിട്ട് നമ്മൾ പ്രെയർ ചെയ്യുന്നു. ചിലപ്പോൾ കേൾക്കും, ചിലപ്പോൾ കേൾക്കത്തില്ല, ചിലപ്പോൾ നല്ല ദൈവാനുഭവം ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാവത്തില്ല. ഇങ്ങനെ വിശ്വാസത്തിൻ്റെ പരിധി വരുന്ന, വിശ്വാസ ജീവിതത്തിൽ വരുന്ന ചില തപ്പലുകളും തടയലുകളും ഒന്നും ഉടമ്പടിയിലില്ല. ഉടമ്പടിയിൽ ഷാർപ്പ് ഷൂട്ട് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട്. വിശ്വാസത്തിൻ്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാനെപ്പോഴും ചെയ്യുന്നത്, നല്ലവണ്ണം ഉടമ്പടി നിയമങ്ങൾ ആപ്ലിക്കേറ്റ് ചെയ്ത ആൾക്കാർ അവർക്ക് കിട്ടിയ റിസൾട്ടിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സാക്ഷ്യ വിശദീകരണം എന്ന് പറയുന്നത് ഒരു റിസൾട്ട് അനാലിസിസാണ്. വളരെ ഹെവി ആയിട്ടുള്ള ജീവിത ചുറ്റുപാടുകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ എത്ര ലൈറ്റ് വെയ്റ്റായിട്ടാണ് ഈ വിഷയങ്ങൾ. അതാണ് ഈ ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് ഉടമ്പടി ഒരു ഫീച്ചറാണെന്ന് ഇടയ്ക്ക് പറയാറുണ്ട്. ലൈറ്റ് വെയ്റ്റ് എന്ന് വെച്ചാൽ ഭാര ചുരുക്കം. നമുക്ക് മഹാഭാരമായിട്ട് തോന്നുന്ന സംഭവങ്ങളെ ഉടമ്പടിയുടെ ഒരു ഫോർമുല പ്രകാരം മാതാവ് ഇതിൽ കക്ഷിയായി കഴിയുമ്പോൾ ഇത് ലൈറ്റ് വെയ്റ്റായി വരും. ഇങ്ങനെ ലൈറ്റ് വെയ്റ്റ് എന്ന് വെച്ചാൽ ഭാരം ചുരുങ്ങിയ നമുക്കൊരു ഭാരമില്ലായ്മ തോന്നും. ജീവിതത്തിന് ഭാരമില്ലായ്മ തോന്നുമ്പോൾ കാര്യം സാധാരണഗതിയിൽ നമ്മൾ ഈ ഭാരമെല്ലാം എടുത്ത് തന്നെത്താനെടുത്ത് പെടലിൽ നുറങ്ങി അല്ലേ വരണതേ. അപ്പോൾ ഈ സാധനം പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്ത് മാതാവിൻ്റെ കൈകളിലേക്ക് ഇത് ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഇത് ഏൽപ്പിക്കുന്നവരാണ് വിഷയം. പലപ്പോഴും എനിക്ക് മനസ്സിലായിരിക്കുന്നത്, നിങ്ങൾ സത്യസന്ധമായിട്ട് ഉടമ്പടി ധ്യാനം കൂടുകയും, ചില ആൾക്കാർക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലായിടത്തും പോയി ധ്യാനം കൂടുന്ന ആൾക്കാരാണ്. അതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു അപകടം. എല്ലായിടത്തും പോയി ധ്യാനം കൂടും. ധ്യാനം അപകടമാണെന്നല്ല പറഞ്ഞത്. ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിയിട്ട് വലിയ കാര്യമില്ല. ആ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേൾക്കുന്നു, കുറേ മനസ്സിലാകുന്നു, അവിടെ മനസ്സിലാകുന്നിടത്ത് വെച്ച് ആ സംഭവം തീരുകയാണ്. ഉടമ്പടിയിൽ വരണം അങ്ങനെയല്ല. മനസ്സിലാകുന്നത് നമ്മൾ പ്രയോഗിക്കും. അതാണ് വിഷയം. ഈ പ്രയോഗപരത പലപ്പോഴും ഈ സാധാരണ ശ്രവണക്കാർക്ക് ഇല്ല. സാധാരണ ശ്രവണക്കാർക്ക് അങ്ങനെ കേട്ടു, ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, അവിടെ വെച്ച് കഴിഞ്ഞു. പക്ഷേ ഇത് ആപ്ലിക്കേറ്റ് ചെയ്യുന്ന കാര്യം ഉടമ്പടിയിൽ എപ്പോഴും വരണത്, ഇപ്പോഴേ കേരളത്തിലും മലയാളികൾക്ക് പ്രത്യേകിച്ച് മനസ്സിലായിട്ടുണ്ട്. ഉടമ്പടി എന്ന് പറയുന്നത്, ഉടമ്പടി ധ്യാനം കഴിയുമ്പോഴാണ് ശരിക്കും ജനങ്ങൾ ഉടമ്പടി ധ്യാനം ഏറ്റെടുക്കുന്നത്. ചില ആൾക്കാർ വളരെ കണിശമായിട്ടും നിശ്ചിതമായിട്ടും ഉടമ്പടിയുടെ പ്രിൻസിപ്പിൾ അതുപോലെ ഫോളോ ചെയ്യുന്നവരുണ്ട്. ചിലർ കുറച്ച് സാവകാശം എടുക്കും. ഇപ്പം എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ, ഈ ഉടമ്പടി പുതുക്കുന്നവർ, ഇപ്പോൾ 5 പുതുക്കുന്നവരൊക്കെ ഇല്ലേ, ഉടമ്പടി 5 പുതുക്കുന്നവരുണ്ട്. പക്ഷെ ഇവർ 5 പുതുക്കുന്നവർ അൾത്താരയിൽ ഞാൻ കണ്ടുമുട്ടുമ്പോൾ അവരുടെ നിയോഗങ്ങളും അവരുടെ ഉടമ്പടിയുടെ നിലവാരങ്ങളും കൂടി നോക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് ഒരു ചവങ്ങം വരും.
ഉടമ്പടി 5 പുതുക്കിയവരും 6 പുതുക്കിയവരും ഉണ്ട്. അവരുടെ നിയോഗങ്ങളും അവർ അച്ഛൻ്റെ അടുത്ത് ആൾത്താരെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന നിയോഗങ്ങളും അവരുടെ നിലവാരവും കൂടി നോക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. എന്ന് വെച്ചാൽ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പുതുക്കിയവർക്ക് 2 പുതുക്കിയതിൻ്റെ നിലവാരമാണുള്ളത് പലർക്കും. അത് ഇതിൻ്റെ അകത്ത് വരുന്നൊരു അപകടമാണ്. 5 പുതുക്കിയവരാണ്, പക്ഷേ നിലവാരം അവിടെ ക്വാളിറ്റി ഗുണനിലവാരം 2 പുതുക്കിയതിൻ്റെതാണ്. ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മാതൃകയായി ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ തെറ്റ് സംഭവിക്കുന്നുണ്ട്. അവർ 6, 7 പുതുക്കുന്നുണ്ടാവും, പക്ഷേ അവരുടെ ആത്മീയ നിലവാരം 2 പുതുക്കേണ്ടതാണ്. സമീപനത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. വൈകാരികമായ പ്രതികരണങ്ങളിലൊന്നും അവർക്കൊരു വളർച്ച ഉണ്ടായിട്ടില്ല. വൈകാരിക പ്രതികരണം, അതായത് കുറച്ച് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ ഉടമ്പടി 1 പുതുക്കി 2ാമത്തെ പുതുക്കിന് തന്നെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക്. ഉടമ്പടി 2 പുതുക്കുമ്പോൾ പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. കാര്യം ഉടമ്പടിയിൽ മാത്രമാണ് ഈ സാധാരണ പ്രാർത്ഥനാ പദ്ധതികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഉടമ്പടിയിലാണ്. അപ്പോൾ ഉടമ്പടിയിൽ വരുമ്പോൾ 2 പുതുക്കി അല്ലെങ്കിൽ 2 പുതുക്കി കഴിയുമ്പോൾ തന്നെ പ്രസൻസ് ഫീൽ ചെയ്യും ആൾക്കാർക്ക്. അത് അവരുടെ സത്യസന്ധത അനുസരിച്ചിരിക്കും. ചില ആൾക്കാർ ഭയങ്കര സത്യസന്ധമായിട്ടാണ് ആ ഉടമ്പടി ചെയ്യണത്. വളരെ പാകതയോടെ അർത്ഥവത്തായി ദൈവത്തോട് പരിശുദ്ധ അമ്മ വഴി താൻ ജീവിതം കൊണ്ട് ഉടമ്പടി ചെയ്യുന്നു എന്നുള്ള ആ ഉടമ്പടി ബോധമുണ്ട് അവർക്ക്. ഉടമ്പടിയിൽ എനിക്ക് ഏറ്റവും വേണ്ടത് ഉടമ്പടി ബോധമാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഉടമ്പടിയിൽ എല്ലാവർക്കും വേണ്ടിയത് ഉടമ്പടി ബോധം എന്ന് വെച്ചാൽ ഉടമ്പടി ബോധം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ രാത്രിയിലും പകലിലും ഇരുട്ടിലും വെളിച്ചത്തിലും ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയിലാണ്. അതാണ് ഉടമ്പടി ബോധം എന്ന് പറയണത്. ഞാൻ രാത്രിയും പകലും ഇരുട്ടിലും വെളിച്ചത്തിലും ദൈവമായിട്ട് ഉടമ്പടിയിലാണ്. ഈ ഉടമ്പടി ബോധം നമ്മൾ നർച്ചർ ചെയ്യണം, അത് കൾച്ചർ ചെയ്തെടുക്കുന്നത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള അവയർനെസ്സിലൂടെയാണ്. എപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് നല്ലൊരു ബോധം ഉണ്ടാകും. ഈ ബോധം എപ്പോഴും വരണത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ മെയിൻ്റനൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ഈ ഉടമ്പടിയിലുള്ള ഒരു pH ലെവല്, ആത്മാവിൻ്റെ ഒരു pH ലെവല് കീപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കേണ്ട വിഷയമാണ് മെയിൻ്റനൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിൽ ഗ്യാരണ്ടി ചെയ്യുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണം ഹോളി സ്പിരിറ്റിൻ്റെ. അതിപ്പം നമ്മൾ ബോധപൂർവം അതിനുവേണ്ടി ഇച്ഛിച്ചാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉടമ്പടി ജീവിക്കുമ്പോൾ യാന്ത്രികമായിട്ട് വന്നായാലും ശരി ഹോളി സ്പിരിറ്റ് ഒരു വിഷയമാണ്, പരിശുദ്ധാത്മാവ് ഒരു വിഷയമാണ്. അപ്പം നമ്മളിൽ പരിശുദ്ധാത്മാവ് നിലനിന്ന് പ്രവർത്തിച്ചാലുള്ള ഗുണങ്ങളെന്ന് പറയണത്, ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മളെ ഈ ഉടമ്പടിയിലാണെന്നുള്ള കാര്യം പോലും നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫാക്കൽറ്റിയാണ്. അതാണ് ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 മഹത്വം മഹത്വം യേശുവേ സ്തുതി ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ
യോഹന്നാൻ 14:26. യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഉടമ്പടി വിഷയങ്ങൾ നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ഫാക്കൽറ്റി പരിശുദ്ധാത്മാവിൻ്റെതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണത്, പരിശുദ്ധാത്മാവിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എങ്ങനെ ഏത് രാത്രിയായാലും പകലായാലും എന്ത് ചെയ്യുവാനായാലും എന്ത് തിരക്കിലായാലും എന്ത് കാര്യത്തിൽ ഇൻവോൾവ് ആയാലും നിങ്ങളുടെ ഒരു കണ്ണ്, ഇപ്പം നമ്മളറിയാം, നിങ്ങൾ അമ്മമാർ കുഞ്ഞുങ്ങളെ തൊട്ടിലിട്ടിട്ട് ചിലപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. പക്ഷേ അടുക്കളയിലൊക്കെ ഇങ്ങനെ കറിക്കരിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായാലും അമ്മയുടെ ഒരു മനസ്സ് തൊട്ടിലായിരിക്കും എപ്പോഴും, കൊച്ചുണർന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. കൊച്ചുണർന്ന് ബഹളം ഉണ്ടായി ചിലപ്പോൾ എഴുന്നേറ്റ് നിന്ന് വരും, ചിലപ്പോൾ അത് തൊട്ടിലും താഴത്ത് വീഴുന്നു വരും. അപ്പം അതുകൊണ്ട് വേറെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ അടുക്കളയിൽ അമ്മയുടെ ഒരു മനസ്സ് എപ്പോഴും തൊട്ടിലായിരിക്കും. ഏതാണ്ട് ഇതുപോലെ നിങ്ങളുടെ ഫാക്കൽറ്റിയെ ട്രെയിൻ ചെയ്യണം. നിങ്ങൾ എന്ത് വ്യാപാരങ്ങളിൽ ഇടപാടുകളിലൊക്കെ ചെന്ന് വിട്ടാലും നിങ്ങളുടെ ഒരു മനസ്സ് എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ മെയിൻ്റെനൻസിലുണ്ടാകണം. എൻ്റെ മക്കളെ എന്തിനാ അച്ഛൻ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ഒരു ഉത്തരവാദിത്വം, ആധ്യാത്മിക ഉത്തരവാദിത്വം, പരിശുദ്ധാത്മാവിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ മാർക്ക് വീഴാൻ പോണ എവിടെയാണെന്നറിയാമോ? നിങ്ങളുടെ സത്യസന്ധതയിലാണ്. ദൈവം നിങ്ങളുടെ സത്യസന്ധത നിരീക്ഷിക്കും. കാര്യം മീൻസ് ദൈവം നിങ്ങൾ അസസ് ചെയ്യും. യു ആർ ഇൻ കവനൻറ്റ്. അവിടെയാണ് വിഷയം. ഇത്രയും നാൾ ആൾക്കാരുടെ കൗൺസിൽ ചെയ്ത് ഈ ഉടമ്പടി മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായ എന്താണെന്നറിയാമോ? ഒരു ട്രാജഡി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരുടെ ഉടമ്പടി ദൈവത്തിൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതൊരു വല്ലാത്തൊരു വിഷയമാണ്. എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കേണ്ട ഒരു വിഷയമാണിത്. പല ആൾക്കാരുടെ ഉടമ്പടി ദൈവ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഇപ്പോൾ ഇന്നലെ ഇവിടെ ഒരു മോള് സാക്ഷ്യം പറഞ്ഞു. അവൾ ചെറുപ്പക്കാരത്തിയാണ്, നല്ല വെടിക്കെട്ട് സാക്ഷ്യമാണ്. സാധാരണ സാക്ഷ്യം കുറച്ച് മെച്ചമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഭംഗിയായിട്ട് പറയണത്. പക്ഷെ അതിനിടയ്ക്ക് കൂടി അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കാര്യം ഉടമ്പടിയിൽ ഇവർ ഈ ഉടമ്പടി തൈലം ഉപയോഗിക്കുമ്പോഴും ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുമ്പോഴും പത്രങ്ങളൊക്കെ കൊടുക്കുമ്പോഴും ഷീ വാസ് നോട്ട് ദാറ്റ് കൺവിൻസ്ഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്ര കണ്ട വലിയ വിശ്വാസം ഇല്ലായിരുന്നെന്ന് അവർ പച്ചക്ക് പറയുകയാണ്. അതാണ്, അവർക്ക് അത്ര കണ്ട് വലിയ ഇവർ ഈ ഉടമ്പടിയുടെ ഓരോ കാര്യം യാന്ത്രികമായിട്ട് അവർ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ തന്നെ ഷീ വാസ് നോട്ട് കൺവിൻസ്ഡ്. എന്നുവെച്ചാൽ അവരതിൻ്റെ അകത്ത് വലിയ അവർക്ക് വിശ്വാസം അർപ്പിക്കാൻ വലിയ വിശ്വാസം തോന്നാതെയാണ് ഇത് ചെയ്യണത്. ഇത് ഹിപ്പോക്രസി എന്ന് പറയും ശരിക്കും. അതാണ് എനിക്ക് ദേഷ്യം വരണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഹിപ്പോക്രസിയാണ്. നമുക്ക് കൺവിൻസ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് ടേക്ക് കവനൻറ്റ്.
നമ്മൾക്ക് കൺവിൻസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉടമ്പടിക്ക് ഹോംവർക്കുകളുണ്ട്. ഉടമ്പടിക്ക് മുമ്പേ നിങ്ങൾ തച്ചനിരുന്നുകൊണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കണം. അതാണ് അതിൻ്റെ ഒരു ഹോംവർക്ക്. അപ്പം ആ സാക്ഷ്യങ്ങൾ നമ്മളൊരു 10-20 എണ്ണം കേൾക്കുമ്പോൾ നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാവും, ബോധ്യം ഉണ്ടാവും. ബോധ്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങളെപ്പോഴും ഉടമ്പടിക്ക് മുമ്പ് നിങ്ങൾ ബ്രഷപ്പ് ചെയ്യേണ്ട ഒരു വിഷയം ബോധ്യമാണ്. ഒന്ന് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഉടമ്പടിയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അഭിഷേകം നൽകണമേ. എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അനുസ്മരിപ്പിച്ചു തരണമേ. തക്ക സമയത്ത് ഞങ്ങളെ അനുസ്മരിപ്പിച്ചു തരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹെബ്രായർ 11:1 എടുത്തേ. ഹെബ്രായർ 11:1. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. നമ്മൾ ഉടമ്പടി എഴുത്തെന്നും പറഞ്ഞ് നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളൊന്നും ആ സമയത്ത് റെഡിമെയ്ഡായിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. ആ സമയത്ത് കിട്ടത്തില്ല. പക്ഷെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു ഉറപ്പ്, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ഉറപ്പില്ലാത്തവർ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ യാന്ത്രികമായി പോകും, ഹിപ്പോക്രസി ആയിപ്പോവും, കാപ്പട്യമായി പോകും. ഇതിനകത്തൊരു ഒരു അംശം, ദൈവവുമായിട്ടുള്ള ഇടപാടുകളിൽ ഒരു അംശം ഒരു പകുതി എന്ന് പറയുന്നത് കാണപ്പെടാത്തതാണ്. ഇപ്പം ജപ്തി, നമ്മുടെ ജപ്തി എങ്ങനെ മാറുമെന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അതാ കാണപ്പെടാത്തതുകൊണ്ട്. നമുക്ക് ജപ്തിയാണ്, അല്ലെങ്കിൽ നമ്മുടെ പുരയിടത്തിന് ഭയങ്കര തർക്കമാണ്, ഭാഗം ഉടമ്പടി നടക്കണില്ല. ഇത് നടക്കാത്ത ഒരു അവസ്ഥയിൽ നടക്കുന്നതിനെക്കുറിച്ച് വി ഹാവ് നോ ഐഡിയ. ഇത് സമാധാനപൂർണ്ണമായിട്ട് ഭാഗം ഉടമ്പടി നടക്കും എന്നതിനെക്കുറിച്ച് വി ഹാവ് നോ ഐഡിയ. നമുക്ക് ഐഡിയ ഇല്ല. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? ദൈവത്തിലുള്ള ഉറപ്പാണ്. അതാണ് വിഷയം. ഈ ദൈവത്തിലുള്ള ഉറപ്പില്ലാത്ത ആൾക്കാർ എന്തിനാണ് ഉടമ്പടി എടുക്കണേ? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ഇപ്പം ഇന്നലെ ഇവർ പറഞ്ഞില്ലേ, ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നും തോന്നിയില്ലെന്ന് പറഞ്ഞില്ലേ? ദാറ്റ് ഈസ് നോൺസെൻസ്. കാര്യം വിശ്വാസം, നമ്മുടെ പല വിഷയങ്ങളും പകുതി ദൈവത്തിൻ്റെ കയ്യിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ നിതാ ഡീൻസ് എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. നിതാ ഡീൻസ് ദുബായിൽ നല്ല നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നു. നല്ല ആവശ്യത്തിന് ശമ്പളം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അവിടെ വളർച്ചയുടെ ഭാഗമായിട്ട് അവർക്ക് ഭർത്താവിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൾ അവിടെ നിന്ന് രാജിവെച്ചിട്ട് നിത എന്താ ചെയ്യണത്? നിത ന്യൂസിലൻഡിലേക്ക് പോയി. അപ്പം ന്യൂസിലൻഡിലേക്ക് പോകുന്നതിൻ്റെ ആൾക്കാരുടെ അവരുടെ ഉദ്ദേശം എന്താ? ന്യൂസിലൻഡിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ അവിടുന്ന് ആസ്ട്രേലിയയിലേക്ക് വരാൻ എളുപ്പമാണ്. ഞാൻ അടുത്ത 2 മാസം കഴിയുമ്പോൾ ന്യൂസിലൻഡിൽ ധ്യാനമുണ്ട്. ആസ്ട്രേലിയയിൽ ധ്യാനം കഴിഞ്ഞതാണ് കഴിഞ്ഞ മാസം. പിന്നെ ന്യൂസിലൻഡിൽ ധ്യാനമുണ്ട്.
അല്ല 6 ദിവസമൊക്കെ ഉണ്ടാകാതെ പുറത്ത് പോകത്തുള്ളൂ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു ധ്യാനം 3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓരോ ദിവസത്തെ യാത്ര, അത്രേ ഉള്ളൂ. അല്ലാതെ സൈറ്റ് സീയിങ് സമയം കളയുന്ന പരിപാടിയൊന്നും ഇല്ല. നേരെ ഇവിടെ വരും. ഇപ്പം എൻ്റെ വിഷയം എന്ന് പറയണത്, ഈ ന്യൂസിലൻഡിൽ അവർ ചെന്നെങ്കിലും വിസ കാലാവധി 6 മാസമാണ്. വിസ കാലാവധി അവസാനത്തെ ഒരാഴ്ച ജീവിതം ഇപ്പം ചൂട് പിടിച്ച് കണ്ട. ഓക്കെ, വിസ 5 മാസവും 3 ആഴ്ചയും തള്ളി നീട്ടിയിട്ട് ഒറ്റ ജോലി കിട്ടണില്ല അവിടെ. ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. ഭയങ്കര സങ്കടം വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ദുബായിലെ നല്ല ജോലി നഷ്ടപ്പെടുത്തിയതിൽ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഇവരുടെ തലേ കയറുന്ന അവസ്ഥയാണ്. ഇനി അതിൻ്റെ പേരിൽ സ്വന്തം റിസ്ക്കാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ റിസ്ക്കാണല്ല, ദൈവത്തിൻ്റെ കൂടെ എടുക്കുന്ന റിസ്ക്കാണ്. റിസ്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. ചില അണ്ണന്മാർ ദൈവത്തിൻ്റെ കൂടെ റിസ്ക് എടുക്കും. ദൈവത്തിൻ്റെ കൂടെ റിസ്ക് എടുക്കണമെന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതായത് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന റിസ്ക്കേ നമുക്കുള്ളൂ, ബാക്കി റിസ്ക് ഇല്ല. ചിലർ ദൈവത്തിൻ്റെ കൂടെ റിസ്ക് എടുക്കും, ഭയങ്കരമായ അവർ സ്കോർ ചെയ്യണ കാണാം. അപ്പം ദൈവത്തിൻ്റെ കൂടെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായത്, ഇത്രയും നാൾ ആൾക്കാർ നിങ്ങളുമായിട്ടൊക്കെ ജീവിച്ചപ്പോൾ മനസ്സിലായത്, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന റിസ്ക് എന്ന് പറയണത്, റിസ്ക് എടുക്കുന്നത് വെച്ചാൽ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന റിസ്ക് മാത്രമുണ്ട്, അത് റിസ്ക്കാണ്. കാര്യം നമ്മൾക്ക് കട്ടൻ്റെ നിലപാട് വേണം. ഒരു ആദ്യത്തെ ഒരു 6 കൊല്ലമോ വല്ലതുമൊക്കെ നമ്മളും ദൈവവും തമ്മിൽ യുദ്ധത്തിലായിരിക്കും പലപ്പോഴും. 6 കൊല്ലമൊക്കെ നമ്മളും ദൈവവും തമ്മിലൊരു യുദ്ധത്തിലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളുടെ ഇൻട്രസ്റ്റുകൾ നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ദൈവവഴികളായിരിക്കത്തില്ല. നമ്മുടേതായിട്ടുള്ള ചിന്താ പദ്ധതികളിലും നമ്മുടെ വഴികളിലും നമ്മുടെ ലാഭങ്ങളിലും നമ്മളുടെ പലതരത്തിലുള്ള പറ്റിപ്പും ചതിവും പലതരത്തിലുള്ള സൂത്രപ്പണികളും ഒക്കെ ആയിട്ട് നമ്മുടെ ജഡിക മനുഷ്യനായിരിക്കും. ഈ ജഡിക മനുഷ്യനുമായിട്ട് ദൈവം മുന്നോട്ട് പോകാത്ത കാരണം എപ്പോഴും നമുക്ക് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ നമ്മൾ വീഴുകയും ചെയ്യും. വീണ് പരിക്ക് കിട്ടിക്കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളത് കാരണം പരിശുദ്ധാത്മാവ് പറയും, നിൻ്റെ കയ്യിരിപ്പ് കൊണ്ടല്ലേ ഇപ്പം കുഴപ്പമുണ്ടായത്, നീ മര്യാദക്ക് സുവിശേഷത്തിൻ്റെ ചൈതന്യത്തിൽ പോയാൽ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളത് കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കണത്, ഞാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ, പഠിപ്പിക്കണ ഇതാണ്, ദൈവത്തിൻ്റെ കൂടെ നടക്കാനാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കണത്. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നതിന് ആദ്യത്തെ ഈ 6 കൊല്ലം, ഞാൻ 6 എന്നാണ് പറയണത് സാധാരണ, അതിൽ കൂടുതലില്ല, കുറവേ ഉണ്ടാകത്തുള്ളൂ. ചിലർക്ക് 3 കൊല്ലം 2 കൊല്ലമൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഈ ആദ്യത്തെ 6 കൊല്ലം ദൈവമായിട്ട് ജീവിക്കാൻ നമ്മുടെ ലോകാരൂപിയും ജഡികത്വവും ഒക്കെ ആയിട്ട് ഭയങ്കര യുദ്ധത്തിലായിരിക്കും. ആ യുദ്ധത്തിൽ ദൈവം ജയിക്കണതാണ് എൻ്റെ റിസ്ക് എന്ന് പറയണത്. നമ്മൾ ജയിക്കണമല്ല, ദൈവം ജയിക്കണം. ഇതിൻ്റെ അകത്ത് ദൈവം ജയിക്കും. ഇപ്പം ഈശോയ്ക്ക് പോലും പൂർണ്ണ മനുഷ്യനായത് കാരണം ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിവ് കൊടുത്തില്ലായിരുന്നു. അതാണ് മരുഭൂമി പരീക്ഷയൊക്കെ വന്നതിൻ്റെ കാരണം. അതാണ് മരുഭൂമി പരീക്ഷയൊക്കെ വന്നത്. പരീക്ഷയിൽ ദൈവം ജയിക്കണം. ഈ ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ ദൈവമാണ് ജയിച്ചത്. അവസാനം വരെ ക്രിസ്തു പറയുമായിരുന്നു, നിൻ്റെ ദൈവ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ ആരാധിക്കാവെന്ന് എഴുതിയിരിക്കുന്നത്. എല്ലാം ആ പരീക്ഷകളെല്ലാം അവസാനിക്കുന്നത് ദൈവത്തിന് മാർക്ക് വീണുകൊണ്ടാണ് അവസാനിക്കുന്നത്, നമുക്ക് മാർക്ക് വീണുകൊണ്ടല്ല. ക്രിസ്തുവിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ഈ പരീക്ഷ എങ്ങനെ അവസാനിപ്പിക്കണമെന്നതിനെക്കുറിച്ച് നല്ല ഒരു കളരി ആശാനെ പോലെ നല്ല അടവും. ഈ ഇപ്പം ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രഫറിക്ക് ഭയങ്കര വിലയല്ലേ. ഇപ്പം പരിശുദ്ധാത്മാവ് ഒരു ട്രഫറിയാണ് ശരിക്കും. ട്രഫറി മാത്രമല്ല, ട്രഫറിയല്ല, പരിശുദ്ധാത്മാവ് ഒരു ഗൈഡാണ്. അതായത് ഈ വിജയിക്കാനുള്ള സൂത്രങ്ങൾ പറഞ്ഞു തരുന്ന ആളാണ്, വിജയിക്കാനുള്ള ടെക്നിക്കുകൾ പറഞ്ഞു തരുന്ന ആളാണ്. പക്ഷേ വിജയിച്ച് വരുന്നത് ആരായിരിക്കും വിജയിക്കണത്? നമ്മളായിരിക്കത്തില്ല, ആ ദൈവമായിരിക്കും വിജയിക്കണത്. ദൈവമാകണം വിജയിക്കേണ്ടത്. അപ്പോൾ ആധ്യാത്മികമായ ജീവിതത്തിൽ ഈ റിസ്ക് എന്ന് വെച്ചാൽ പറഞ്ഞത് ആദ്യത്തെ 6 കൊല്ലമേ റിസ്ക് ഉള്ളു. പിന്നെ പ്രലോഭനം പോലും ഉണ്ടാകത്തില്ല.
നമ്മൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നൊക്കെ പറയണില്ലേ, അത് ഒരു ഫസ്റ്റ് കുറച്ച് കാലത്തേക്ക് ആ പ്രശ്നങ്ങളുള്ളൂ ശരിക്കും. അല്ല ജീവിതാന്ത്യം വരെ ഒന്നും പ്രലോഭനമൊന്നുമില്ല. സത്യസന്ധമായിട്ടാണ് നീ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതും ആ റിസ്ക് നീ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുറേ കാലം മാത്രമേ ഈ പ്രലോഭനത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. കാര്യം എന്താണ്? നമ്മുടെ പ്രാർത്ഥന എന്താ? പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്നല്ല പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം എന്താ? പ്രലോഭനങ്ങൾ ദൈവത്തിന് വേണമെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കാം, അല്ലേ എൻ്റെ അർത്ഥം? അല്ലേ? പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താതിരിക്കാം. അപ്പോൾ ദൈവത്തിന് വേണ്ട ആളായിട്ട് മാറുകയാണെങ്കിൽ പ്രലോഭനം തീരും അവിടെ വെച്ച്. സിമ്പിളാണ് സംഭവം. ദൈവത്തിന് വേണ്ട ആളായിട്ട് തീരണമെങ്കിൽ ഒരു പിശാചും നമ്മുടെ അടുത്ത് വരാൻ പോണില്ല. ദൈവത്തിൻ്റെ, അതാണ് എൻ്റെ ദാസൻ എന്നൊക്കെ പറയണില്ലേ. കർത്താവ് എപ്പോഴും ഈ പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് കഴിയുമ്പോൾ ദൈവം സീല് ചെയ്യും. കർത്താവ് അത് പറയുന്നുണ്ട്, സീല് ചെയ്തെന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒഫീഷ്യൽ സീല് ചെയ്യും. സീൽഡ് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ദൈവം അപൂർവം ആൾക്കാർക്ക് സീൽ ചെയ്യത്തുള്ളൂ. കർത്താവിനെ സീൽ ചെയ്തേച്ചും പറഞ്ഞ് പിതാവായ ദൈവം എനിക്ക് അംഗീകാരം മുദ്ര ചാർത്തിയിരിക്കണമെന്ന് പറയും. പ്രലോഭനങ്ങൾ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ സ്വന്തമായി തീരുമ്പോൾ ദൈവം ഉടമസ്ഥ അവകാശം പ്രഖ്യാപിക്കുന്നതാണ് സീൽ ചെയ്യുക. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 6:27 നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. ഈ അംഗീകാര മുദ്ര ഈ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്താതിരിക്കാൻ നമ്മളെ പ്രലോഭനങ്ങളിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളൊരു പ്രൊവിഷനാണ് ഈശോ പറയണത്. അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം ആളെ ദൈവത്തിൻ്റെ വഴികളിലൂടെ പോകത്തുള്ളൂ. നഷ്ടം സഹിച്ചും സത്യം ചെയ്യും. നമുക്ക് മെച്ചമുണ്ടായാലും നമ്മൾ നുണ പറയത്തില്ല. സത്യം പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ചിലപ്പോൾ തോൽവി സമ്മതിക്കും, നഷ്ടം സഹിക്കും. അങ്ങനെയൊക്കെ ദൈവത്തിന് തോന്നി, അതാണല്ല പരീക്ഷണം എന്ന് പറയണത്. അങ്ങനെയൊക്കെ ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രലോഭനങ്ങളെപ്പോലും ജയിച്ചാൽ പോലും ഭയങ്കരമായ രീതിയിലുള്ള സമ്മാനമാണ്, ഭയങ്കര ഇൻസെൻറ്റീവാണ് ദൈവത്തിൽ ജീവിക്കണേ. അതായത് ചെറിയ പ്രലോഭനങ്ങളെപ്പോലും നമ്മൾ അതിജീവിച്ചാൽ ഭയങ്കരമായ സമ്മാനമാണ് അതിന് ദൈവം തരണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആത്മാർത്ഥതയാണ് അതിൻ്റെ അത്. ഇപ്പോൾ ഈ നിതയുടെ വിഷയം എടുക്കല്ല. നിത ഒരു ദിവസം ലാസ്റ്റ് അല്ലേ അവർക്ക് അവിടെ 6 മാസത്തെ വിസയിൽ 5 മാസവും പോയി, 3 ആഴ്ചയും തള്ളിപ്പോയി. ഇനി ഒരാഴ്ചയേ ഉള്ളൂ. ഇവർ പറയണത് ഞാൻ ഒരു ദിവസം 300 ആപ്ലിക്കേഷൻ വിട്ടെന്നാണ്. അപ്പോൾ എന്തുമാത്രം പാവം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക്. ഒരു ദിവസം ന്യൂസിലൻഡിൽ 300 ആപ്ലിക്കേഷൻസ് വിടുകയാണ്. അങ്ങനെ എത്രയോ 1000 ആപ്ലിക്കേഷൻസ് വിട്ടിട്ട് ഈ 6 മാസമായിട്ട് ഒരു കോൾ ഫോറുമില്ല, ആരും വിളിക്കണില്ല, നോ വേക്കൻസി, ജോലിയില്ല. ഇവർ പിന്നെ എന്ത് ചെയ്ത് ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് തിരിച്ചു പോരാൻ. ടിക്കറ്റ് നമ്മളെ ഈ അവസാന നിമിഷം പോയി ടിക്കറ്റ് എടുത്താൽ ഭയങ്കര വിലയായിരിക്കും. ചില സമയത്ത് 1 ലക്ഷത്തിൽ അല്ലെങ്കിൽ 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ ടിക്കറ്റ് നമ്മൾ നേരത്തെ എടുക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് 30,000 രൂപ കിട്ടിയെന്ന് വരും. അത് കാരണം ഇപ്പം ജോലി കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണേ. ടിക്കറ്റ് എടുക്കാതെ നിൽക്കുകയാണ്. ഇപ്പം ജോലി കിട്ടും കിട്ടിയില്ല. അവസാനം നാട്ടിലോട്ട് പോകാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് ഇതേക്കൊരു പണിയുണ്ട്. ഇവരുടെ ലൈഫിൽ അവർ ഉടമ്പടിയിലാണെന്നുള്ള കാര്യം ദൈവത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർ. അതാണ് അവരുടെ വിജയം. അതാണ്
ഇവർക്ക് ഈ ജോലി കിട്ടാത്ത ഈ 5 മാസം കടന്നു പോകുമ്പോഴും ഇവർ ഉടമ്പടിയുടെ ഒരു കാര്യങ്ങൾക്ക് പോലും യാതൊരുവിധ ഭംഗവും ഉണ്ടാക്കിയിട്ടില്ല. അത് വലിയ വിഷയമാണ്. അത് ശരിക്കും ചില ആൾക്കാർ എഴുന്നേക്കാൻ താമസിച്ചു, ഇത് ജോലി താമസിക്കുകയാണെങ്കിൽ എഴുന്നേക്കാൻ താമസിച്ചു പോകും. ചില ആൾക്കാർ കുർബാന താമസിച്ചു പോകും. ചില ആൾക്കാർ ദാനപുറം ചെയ്യത്തില്ല. ചില ആൾക്കാർ പത്രം കൊടുക്കാൻ താമസിച്ചു പോകും. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കത്തില്ല. ഉപയോഗപ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യത്തില്ല. ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തില്ലേ തന്നെ നിങ്ങൾ രജിസ്റ്ററിൽ നിന്ന് പോകും, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് പോകും. കാര്യം ഈ കാപട്യക്കാർക്ക് ഉടമ്പടി സ്ഥാനമില്ല. ഞാൻ 4 ചെയ്തില്ലേ, ഒരെണ്ണമല്ലേ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് കണക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ ഈ എല്ലാ കാര്യവും ചെയ്തോളാമെന്ന് ആൾക്കാരെ കയറി വലിയ വായിൽ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടി പ്രഖ്യാപനം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. മറന്നു പോകരുത്. അതിൽ 4 ഞാൻ 5 അല്ല 4 ചെയ്തല്ല, ഒരെണ്ണമല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ 5 ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 5 ഏത് കാലാവസ്ഥയിലും ചെയ്യണം. അതാണ് സത്യസന്ധത എന്ന് പറയണത്. അതാണ് വിശ്വസ്തത എന്ന് പറയണത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഉടമ്പടി എന്ന് വിളിക്കണത്. അപ്പോൾ നിതയെ സംബന്ധിച്ചിടത്തോളം നിത ഈ വിഷയത്തിൽ ജോലിയില്ല എന്ന് പറഞ്ഞാലും ശരി, ഒരു ദിവസം 300 ആപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാലും ശരി, അതിനൊക്കെ ഒന്നും റിസൾട്ട് ഇല്ലെന്ന് പറഞ്ഞാലും ശരി, അതൊന്നും ഉടമ്പടിയിൽ ഇവർ കൊണ്ടുവരത്തില്ല. ഉടമ്പടി അതിൻ്റെ വഴിയേ പോകും. ഒരു ദിവസം രാവിലെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണമല്ലോ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കരമായി ആലിപ്പഴം വീഴുകയാണ്. ആലിപ്പഴം എന്ന് പറയുന്നത് അവിടെ ഈ മഞ്ഞ് കട്ട വീഴും. 1 കിലോ 2 കിലോ ഒക്കെ കട്ട വീഴും. അപ്പോൾ നമ്മൾ ഏത് കുടയും പിടിച്ചുകൊണ്ട് പോയാലും തലേ വന്ന് ഈ സാധനം വീഴും. 1 കിലോ 1.5 കിലോ തൊട്ട് 100 ഗ്രാമിൻ്റെ കട്ട വരെ ഈ മഞ്ഞ് കട്ട വന്ന് വീഴും. അപ്പോൾ ഒരു മനുഷ്യൻ പുറത്തിറങ്ങത്തില്ല. അപ്പം നിതയുടെ മലയാളികൾ പറഞ്ഞ് ഇന്ന് പോകരുത്, ഇന്ന് ആലിപ്പഴം വീഴണ ദിവസമാണ്, ഇന്ന് പോകരുത്. ഇന്ന് പോയാൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ആരും ഉണ്ട്, വഴിക്കിടക്കേ ഉള്ളെന്ന് പറയും. അപ്പോൾ ഇവരോട് പരിശുദ്ധാത്മ പറയും, നീ പോകണമെന്ന്. നിൻ്റെ വഴികളിൽ നിന്നെ സംരക്ഷിക്കാൻ ഞാൻ എൻ്റെ ദൂതന്മാർ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ടാകുന്നൊരു വിഷയം, ഇതാരാണ് ഇവിടെ ഇരുത്തണത്? അതായത് എന്തെങ്കിലും ഒന്ന് സംഭവിക്കണ മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങളെക്കുറിച്ചും ദൈവത്തിന് വളരെ, അതായത് ആൾക്കാർ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോ? ഈ ലോകത്ത് ഇത്രയും ആൾക്കാരുണ്ട്, 10-800 കോടി ആൾക്കാരുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളെന്ന രീതിയിലാണ് ദൈവം പെരുമാറുന്നത്. ഞാൻ പല ആൾക്കാരുടെ ദൈവാനുഭവത്തെ സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് അതാണ്. ഈ ലോകത്ത് 8,000 പേര് 800 കോടി ആൾക്കാരുണ്ടെങ്കിലും ദൈവം കാണുന്നത് ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളെന്നാണ്. ഓരോരുത്തർക്കും കിട്ടുന്ന അനുഭവങ്ങൾ അതാണ്. ഇനി തിരിച്ച് ഈ ആൾക്കാർക്ക് എന്താ അങ്ങനെ എന്താ ദൈവം അവരെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ എന്താണ്? അവരങ്ങനെയാണ് ചിന്തിക്കണേ. അതാണ് പ്രശ്നം. ഈ ലോകത്ത് എനിക്ക് ദൈവം മാത്രമേ ഉള്ളെന്നാണ് ചിന്തിക്കണവർ. അപ്പോൾ ഈ ദൈവവും നമ്മളും തമ്മിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു ഏകസ്ഥ ജീവിതമാണ് ശരിക്കും. അവിടെ ആരുടെ അഭിപ്രായങ്ങൾക്ക് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. അപ്പോൾ ഇവരവിടെ തന്നെ ഇരിക്കുകയാണ്. കുർബാനയും കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ഇരിക്കണ സമയത്തൊരു സംഭവം നടക്കും. ഒരു നീലസാരി ഉടുത്ത ചേടുത്തി എവിടുന്നോ കയറി വരും. ആ പള്ളിയിൽ സാരി ഉടുത്ത് ആരും പോകാറില്ല. ഇംഗ്ലീഷ് പള്ളിയാണ്. നമ്മുടെ ആൾക്കാർ തന്നെ അവിടെ ചെല്ലുമ്പോൾ, ഞാൻ ചെല്ലുന്ന എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ ആൾക്കാർ സാരി ഒന്നും ഉടുക്കുന്നില്ല. വല്ല ഓണത്തിന് വല്ല കളിക്ക് വേണ്ടി ഉടുക്കണമെന്നല്ലാതെ അവരാരും സാരി ഉടുക്കത്തില്ല. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നീലസാരി ഉടുത്ത് ഒരു സൈഡത്ത് കയറി വരും. ഒരു 55 വയസ്സ് കയറി വന്നിട്ട് ഇവളുടെ പുറകെ വന്ന് തൊട്ടു. എന്ത് പരിപാടിയെന്ന് ചോദിക്കും. എന്താണ് എന്ന് ചോദിക്കും. പറഞ്ഞു ജോലിയൊന്നും ആയില്ല, തിരിച്ചു പോകാൻ പോയി.
അപ്പോൾ ഉടനെ ഒരു സ്ലിപ്പ് കൊടുക്കും. ഇതൊരു നമ്പറാണ്, ഇതിൽ വിളിച്ചാൽ നിനക്ക് ജോലി കിട്ടുമെന്ന് പറയും. ഉടനെ ആ ചേട്ടത്തി ഇറങ്ങിപ്പോവുകയും ചെയ്തു. അവരോട് ഇവർ ചോദിച്ചാലും നിത ചോദിച്ചു, ചേച്ചിയുടെ പേരെന്താ? മരിയ. ഞാൻ നിങ്ങൾക്ക് ആദ്യം കേൾക്കുന്നവർക്ക് ഇതൊക്കെ ഏതാണ്ട് എന്തോ ഒരു ഫാബ്രിക്കേഷൻ സ്റ്റോറി പോലെ തോന്നും. പക്ഷേ ഉടമ്പടിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് തോന്നത്തില്ല. കാരണം ഇതുപോലെയുള്ള അതേ അനുഭവങ്ങൾ നേരത്തെ ഒരു 100 കണക്കിന് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ആൾ എപ്പോഴും വെളിപ്പെടുത്തുന്ന പേര് മരിയ എന്നായിരിക്കും. ഇങ്ങനെ വരുന്ന ആൾ വെളിപ്പെടുത്തുന്ന പേര് മരിയ എന്നായിരിക്കും. അത് ഒരു അനുഭവമല്ല കിടക്കുന്നത്, ഒറ്റപ്പെട്ട അനുഭവമല്ല ഇത് കുറേ ഉണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും. ഉടമ്പടി നമുക്കൊന്നും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് സംഭവം പോണത്. ഉടമ്പടിയുടെ കാലത്ത്, ഉടമ്പടി തരുന്ന കാലത്ത് ഒരിക്കലും എനിക്ക് മനസ്സിലായി ദൈവാനുഭവത്തിൻ്റെ പുതിയ കാലഘട്ടം തുടങ്ങാൻ പോകുകയാണെന്ന്. ദൈവാനുഭവത്തിൻ്റെ ഒരു പുതിയ കാലഘട്ടം. ദൈവം തൻ്റെ മനുഷ്യരോട് അവൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് തന്ന വാഗ്ദാനങ്ങളെല്ലാം പാലിക്കണത് കാണാം. 57-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, വിനാശത്തിൻ്റെ കാലത്ത് തൻ്റെ ചിറകിൻ്റെ കീഴിലെ ഞാൻ നിന്നെ ഒളിപ്പിച്ചു എന്ന്. 57-ാം സങ്കീർത്തനം എടുത്ത 1-ാമത്തെ വാക്യം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 57:1. എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, ദൈവമേ, എന്നോട് കൃപ തോന്നണമേ, എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്, ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ഇത് എത്രയോ നൂറ്റാണ്ട് മുമ്പ് എഴുതിയിട്ടുള്ള ദൈവാനുഭവമാണ്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോവുകയാണ് അവളുടെ ജീവിതത്തിൽ. അവൾ തിരിച്ചു പോകാൻ പോവുകയാണ്. പണവും നട്ട്, ജോലിയും നട്ട്, ജീവിതവും പോയി, ഇങ്ങനെ പോയി. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോവുകയാണ്. ഇവൾ ഈ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളോ ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ തന്നെ അഭയം പ്രാപിക്കുന്നു. ഒന്നൊരു വായിച്ചത്, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ഇത് ശരണമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ട്രസ്റ്റ്. ശരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, വിശ്വാസത്തെക്കാളും വലുതാണ് ഈ ശരണമെന്ന് പറയണത്. വിശ്വാസത്തിൽ പോലും ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. ശരണത്തിൽ വൈബ്രേഷൻ ഇല്ല, വൈബ്രേഷൻ്റെ ഓപ്ഷൻ ഇല്ല. ഐദർ ഓറില്ല ശരിക്കും, അതല്ലെങ്കിൽ ഇതില്ല, ഒന്നേ ഉള്ളൂ. ശരണത്തിൻ്റെ പ്രത്യേകത അതാണ്. ശരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ എവിടുന്നെങ്കിലും എനിക്ക് ജീവിച്ചാൽ മതി. ചില ആൾക്കാർ പറയല്ലേ, എന്തായാലും ശാസ്ത്രമായാലും IVF ആയാലും IUF ആയാലും എനിക്ക് കൊച്ചിനെ കിട്ടിയാൽ മതി. അത് സഭയുടെ പഠനമുണ്ടാ, ദൈവം തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ലെന്നല്ല, എനിക്ക് കൊച്ചിനെ മതി. അങ്ങനെ എടുക്കുന്നവരുണ്ട്. ചില ആൾക്കാർ ശരണപ്പെടും. എന്താണ്? എനിക്ക് കുഞ്ഞിനെ വേണമെങ്കിൽ കർത്താവ് തരണം, അല്ലെങ്കിൽ കർത്താവ് തരാത്ത കുഞ്ഞിനെ എനിക്ക് വേണ്ടെന്നിരിക്കും. അതാണ് നിലപാടുകളാണ് ശരിക്കും പറഞ്ഞാൽ. വിശ്വാസ ജീവിതമെന്ന് പറയുന്നതിൻ്റെ പരിധി, വിശ്വാസ ജീവിതത്തിലെ ആൾക്കാർ പരാജയപ്പെടാൻ കാരണം നിലപാടിൻ്റെ പാളിച്ചയാണ്. വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പലപ്പോഴും ഇവിടെ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ മുഖത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് സാക്ഷ്യമല്ലെന്ന് എനിക്കറിയാം. കാര്യം ഇവർ ടെസ്റ്റഡ് അല്ല. ഇവർക്ക് ഇതിനേക്കാൾ വേറൊരു ഓപ്ഷൻ കൊടുത്തിട്ട് അത് എടുക്കാതെ ദൈവത്തിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായി നിലനിന്നതിൻ്റെ പേരിൽ എടുത്ത നിലപാടിൽ നിന്നാണ്
ശരിക്കും പറഞ്ഞ വിശ്വാസി അനുഗ്രഹങ്ങളെ പങ്കുപറ്റണത്, പങ്ക് പറ്റേണ്ടത് അങ്ങനെയാണ്. അപ്പം നിതയെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ട് അവൾ ദൈവസന്നിധി വിട്ടുപോകാതെ കർത്താവിൻ്റെ ഈ വിനാശത്തിൻ്റെ കാലത്ത് കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലാണ്. അപ്പോൾ ഈ വിഷയം ഇതിന് ശരണമെന്നാണ്, ഞാനങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ശരണപ്പെടുന്നു എന്നാണ് പറയണത്. വരുന്നൊരു വിഷയം എന്ന് പറയണത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് പലർക്കും ഉണ്ടാകും. അത് കടന്നു പോകുമ്പോഴും പല ആൾക്കാരും കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് വരുന്ന വിഷയം. ഇത് ടെസ്റ്റഡ് അല്ലാത്ത കാരണം ദൈവം ഈ സംഭവം തിരിഞ്ഞു നോക്കത്തില്ല. അതായത് നിങ്ങളെ ഇപ്പോൾ ഇതിനേക്കാൾ ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അല്ലാത്തൊരു മാർഗങ്ങളിലൂടെ ഒരു ജോലി കിട്ടും എന്ന് വിചാരിച്ചാൽ, വരപ്രസാദം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ജോലി വാങ്ങിക്കാം എന്ന് വിചാരിച്ചാൽ ഒരു 90% ആൾക്കാരും ആ ജോലിയല്ലേ വലുത് എന്ന് വിചാരിച്ചുകൊണ്ട് നിലനിൽക്കേണ്ട ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ദൈവത്തിൻ്റെ വഴികളിലല്ലാതെ ഒരു തീരുമാനമെടുക്കും. തീരുമാനമെടുക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഭാവിയിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങൾക്കും നിൻ്റെ നിലവാരം ഇത് തന്നെയാണ്. എന്താണ്? തരം കിട്ടിയ ദൈവത്തിനെയും പറ്റിക്കും. കാര്യം ഇവർക്ക് പപ്പു ഊതിയാലും പരമ ഊതിയാലും ഊത്ത് കെട്ടാൽ മതി എന്ന് പറഞ്ഞില്ലേ. അതൊരു നിലപാടാണത്. ശാസ്ത്രം തന്നാലും ശരി, സഭയുടെ നിയമം പാലിച്ചില്ലേലും ശരി, എനിക്ക് കൊച്ചിനെ കിട്ടിയാൽ മതി എന്ന് പറയത്തില്ലേ. ഇതൊരു വിശ്വാസിയുടെ നിലപാടല്ല. അതാണ് വിഷയം. പല ആൾക്കാരുടെയും വിഷയം, ഇപ്പം നിങ്ങൾക്ക് കോൺട്രാസെപ്ഷൻസ് ഉപയോഗിക്കാൻ പാടില്ല. സഭയുടെ നിയമം നാച്ചുറലായിട്ട് നിങ്ങൾ ശാരീരികമായ കാര്യങ്ങളെ ക്രമീകരിക്കാൻ പഠിക്കണം. അതിന് ഡോക്ടേഴ്സിൻ്റെ അസിസ്റ്റൻസ് വാങ്ങിക്കാം എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ആൾക്കാർ ഉപയോഗിക്കുന്ന, ദൈവത്തെ അറിയാത്ത ആൾക്കാർ ഉപയോഗിക്കുന്ന കോൺട്രാസെപ്ഷൻസ്, ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് മാർഗ്ഗമില്ല. അതൊക്കെ അവിടെ കിടക്കും. ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ ശരീരം എൻ്റെതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാരെടുക്കത്തില്ലേ. നിലപാടുകളിൽ വരുന്നൊരു വിഷയം, നിൻ്റെ നിലപാടുകൾ പലപ്പോഴും ശുദ്ധതയ്ക്കെതിരായിരിക്കും നിലപാട് വരണത്. ശുദ്ധതയ്ക്കെതിരെ നീ നിലപാടെടുത്തിട്ട് അനുഗ്രഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിഷയമുണ്ടാകും. അതുകൊണ്ടാണ് ഈ 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരം വെച്ചിരിക്കുന്നതിൻ്റെ കാരണവും. കുമ്പസാരിക്കാൻ പറ്റാത്ത സഭക്കാർക്കും വ്യക്തികൾക്കും അവർ മനസ്സാക്ഷി ശുദ്ധമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണവും നിങ്ങൾ ഉടമ്പടി ചെയ്യണത് ദൈവത്തിൻ്റെ കൂടെ ആയതുകൊണ്ടാണ്. ഉടമ്പടി ഒരു കോൺഷ്യസ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇന്ന കാര്യത്തിന് ഉടമ്പടി. നിങ്ങൾ പലപ്പോഴും ഉടമ്പടി ചെയ്യണത് ജോലിക്ക് വേണ്ടി, വീടിന് വേണ്ടി, പെൻഷന് വേണ്ടി, PR-ന് വേണ്ടി. അങ്ങനെ ഒരു ഉടമ്പടി സാധ്യമല്ല. നിങ്ങൾ ഉടമ്പടി ചെയ്യണത് ദൈവവുമായിട്ടാണ്. നിങ്ങളുടെ ജോലിയുമായിട്ടോ നിയോഗമായിട്ടോ ഒന്നുമല്ല. ചില ആൾക്കാരങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമുക്ക് ഉടമ്പടി ഒരു വസ്തുവായിട്ടോ ഒരു ആനുകൂല്യമായിട്ടോ ഒരു അനുഗ്രഹമായിട്ടോ വി ക്യാൻ മേക്ക് എനി കവനൻറ്റ്. നമുക്കങ്ങനെ കവനൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കവനൻറ്റ് ചെയ്യണത് ദൈവത്തോടാണ്. അപ്പം നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സത്യസന്ധമായി സുവിശേഷ വിഹിതമായി നിന്നോടുള്ള ഉടമ്പടിയിലെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത എന്നാ ചെയ്യുന്നറിയാവോ? ഈ മാതാവ് കൊടുത്ത നമ്പറിലെ അത് മാതാവാണെന്നുള്ളതാണ് നിതയുടെ ആന്തരികമായ ബോധ്യം. ഈ നമ്പറിൽ ഇവൾ വിളിക്കുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ അതൊരു വാട്സപ്പ് ഗ്രൂപ്പിലെ നമ്പരാണ്, മലയാളി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പരാണ്. ഈ നമ്പറിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ 50 പേരുണ്ട്. ആരും റെസ്പോണ്ട് ചെയ്യത്തില്ല. 4 പേര് റെസ്പോണ്ട് ചെയ്യും. എന്താ എഴുതിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാളെ രാജ്യം വിട്ട് പോവുകയാണ്. നിത എഴുതിയിരിക്കണ ഇതാണ്, വാട്സപ്പിൽ മെസ്സേജ് ഇതാണ്. ഞാൻ രാജ്യം വിട്ട് പോവുകയാണ്. എനിക്കിതുവരെ ഞാൻ 6 മാസം ഇവിടെ വന്നിട്ട് എനിക്ക് ജോലിയൊന്നും ആയില്ല. നിങ്ങൾക്കറിയാവുന്ന ഹോസ്പിറ്റലിൽ ജോലി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണമെന്നുള്ളതാണ് മെസ്സേജ്. അതിൻ്റെ അകത്ത് 46 പേരും റെസ്പോണ്ട് ചെയ്തില്ല. 3 പേര് റെസ്പോണ്ട് ചെയ്ത്, 4 പേര് റെസ്പോണ്ട് ചെയ്ത്. അതിൽ 3 പേര് എൻജിനീയേഴ്സാണ്. അവർ പറഞ്ഞു, സോറി, ഞങ്ങൾ എൻജിനീയേഴ്സാണ്, ഞങ്ങളെ മെഡിക്കൽ ഫീൽഡിലല്ലെന്ന് പറയും. അപ്പോൾ ഇനി 49 കഴിഞ്ഞിട്ട് ഒരാൾ റെസ്പോണ്ട് ചെയ്യും. അയാൾ റെസ്പോണ്ട് ചെയ്തിട്ടും പറയും, വെയിറ്റ് ചെയ്യുക, എൻ്റെ വൈഫിൻ്റെ ഹോസ്പിറ്റലിൽ ഒരു ജോലിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിന് നമ്പർ കൊടുക്കും. അത് വിത്തിൻ നോ ടൈം ആ ഹോസ്പിറ്റലിൽ അവൾ അപ്പോയിൻ്റ് ആകും ഉടനെ. ഇത്രയും സ്പീഡാണ്. ഈ ആരിപ്പഴം പറഞ്ഞ് വീട്ടിൽ ഇരുന്നെങ്കിൽ തിരിച്ച് വെറും കൈയോടെ പോരേണ്ടി വന്നേനെ. ഈ ആരിപ്പഴമൊക്കെ ഇട്ടിരിക്കണതിൻ്റെ കാര്യം, നീ റിസ്ക് എടുത്തിട്ട് ഇതിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ അനുഗ്രഹിക്കുന്നതിന് മുമ്പ്, നമുക്ക് ഒരു പ്രസാദത്തിന് മുമ്പ് നമുക്കൊരു പ്രലോഭനം ഉണ്ടാവും, പോണ വേണ്ടേ എന്നുള്ളത്. ഇതിൽ ജയിക്കണത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിങ്ങളിലുള്ള പ്രവർത്തനം പോലെ ഇരിക്കും. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അനുഗ്രഹിക്കുന്നതിന് മുമ്പ്, എല്ലാ അനുഗ്രഹത്തിനും മുമ്പും ഇതുപോലെ ഒരു ടെൻഷനോ. ഇപ്പം എനിക്ക് ഈ കളികൾ അറിയാവുന്നത് കൊണ്ട് ഞാൻ സഹിച്ച് പിടിച്ച് നിൽക്കും. എനിക്കിതുപോലെ ആവശ്യമില്ലാത്ത രോഗവും ഛർദിയും പനിയും ബോധക്കേടും ഒക്കെ വരും. ചില സമയത്ത് ഇവർ എന്നെ എടുത്തോണ്ട് പോകണം കാണാം ഇവിടുന്ന്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും, അല്ല 3-ാം ദിവസം വരും. അപ്പോഴൊക്കെ ആ സമയത്തൊക്കെ ഒരു ബോധം ഉണ്ടാകത്തില്ല. പനി കയറി തലക്കടിക്കും. കാര്യം ജനങ്ങളുമായിട്ടല്ല ഇടപെടണത്. അപ്പോഴൊരു 100 പേരെ കഴിഞ്ഞാൽ ആടയ്ക്കെന്ന് ഒരാളെ അടുക്കെന്നെങ്കിലും വല്ല H1N1 പിടിക്കും, ഒരു സംശയമില്ല. എനിക്കറിയാം, അത് വരുമ്പോൾ നമുക്കറിയാം. പക്ഷേ നമ്മുടെ ജോലി അതല്ലേ, നമ്മുടെ ജോലി അതാണല്ലോ, ആൾക്കാരെ കാണാതിരിക്കുക. ഇന്നലെ തന്നെ ഒരു 27 രോഗികളെ കണ്ട്, ഏറ്റവും ഗുരുതരമായ രോഗികളെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഇപ്പോഴറിയാം, ഇത് കഴിയുമ്പോൾ, ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോയി കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമെന്നറിയാം. ഈ എല്ലാ അനുഗ്രഹത്തിൻ്റെ മുമ്പും ഇതുപോലെ ഒരു ക്ലേശകാലം ഉണ്ടാവും. അത് നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം, നല്ലതായിരിക്കും. എല്ലാ അനുഗ്രഹത്തിൻ്റെ മുമ്പിലും ചിലപ്പോൾ വീട്ടിൽ കലഹം ഉണ്ടാകും, വീട്ടിൽ ഭിന്നത ഉണ്ടാകും, നിങ്ങൾ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടാതിരിക്കും, സ്നേഹിച്ചവർ മിണ്ടാതിരിക്കും. ലെറ്റ് ദം ഡു ദെയർ ഡ്യൂട്ടി. കർത്താവിൻ്റെ ഒരു തീരുമാനം കണ്ടിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയാവോ? ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ല, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. എന്ത് മനോഹരമാണ് കർത്താവിൻ്റെ വാക്ക്. ഇങ്ങനെ ലോകത്തിൻ്റെ അധികാരം പിശാചും പ്രലോഭനമൊക്കെ വരും, എൻ്റെ മേൽ കാര്യമൊന്നുമില്ല, എന്നെക്കുറിച്ച് ഉടമ്പടി പ്രകാരം ഞാൻ ജീവിക്കും. അതാണ് വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയുണ്ട് ജീവിതത്തിലെ. ഇങ്ങനെ പല വീട്ടിൽ ഉണ്ടായിരിക്കുകയും ഭർത്താവ് വെള്ളമടിക്കുകയും അല്ലെങ്കിൽ വല്ല സംശയം കാണിക്കുകയും നമ്മളോട് ചിലപ്പോൾ ഒരു വിപ്രതിപത്തി കാണിക്കുകയും നമ്മളെ അവഗണിക്കുകയും നമ്മൾക്ക് പകരം മക്കൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഒക്കെ ചെയ്യും. വീട്ടിലങ്ങനെ പല മിന്നലാട്ടങ്ങൾ നടക്കും. നമുക്ക് സങ്കടപ്പെടുന്ന രീതിയിലുള്ള മിന്നലാട്ടങ്ങൾ നടക്കും. ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ ഒറ്റപ്പെട്ടെന്ന് വരും.
ചിലപ്പോൾ വീട്ടിൽ ശീതസമരം നടക്കുകയായിരിക്കും. എന്നാൽ അതിൻ്റെ പേരിൽ ഗ്രൂപ്പിസം ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് ദൈവത്തെ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ നമ്മളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട്, നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട്, നമ്മളെ അടക്കി ഭരിക്കണ കാണാം. ഡോണ്ട് മൈൻഡ് അബൌട്ട് ദാറ്റ്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകും. നീ എന്ത് ചെയ്യും? കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ തന്നെ ഉണ്ടാകണം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛനിലൂടെ ഈശോ പറഞ്ഞു വരുന്ന ഇതാണ്. നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില പ്രതികൂല കാലാവസ്ഥകൾ എന്തിനുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടിയോട് കൂടുതൽ സത്യസന്ധതയും വിശ്വസ്തതയും പുലർത്താനുള്ള. മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അവരങ്ങനെ പറഞ്ഞല്ലോ, ഇവരിങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒരിടത്തും എത്തിയില്ലല്ലോ, ഇങ്ങനെയുള്ള ലോകചിന്തകളൊന്നും പറ്റത്തില്ല. ലോകചിന്തകൾ മറിച്ച് ക്ലേശകാലങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും, നമ്മൾ ഉടമ്പടിയോട് കൂടുതൽ വിശ്വസ്തതയും അതുപോലെ തന്നെ സത്യസന്ധതയും പുലർത്തി അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കർത്താവിൻ്റെ ചിറകിൻ്റെ ഉള്ളിലായിരിക്കും. കൊടുങ്കാറ്റ് കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഉടമ്പടി എല്ലാ പ്രാർത്ഥനകളെക്കാളും ഈ ഒരു വിഷയത്തിലും ടോപ്പാണ്. എന്താ കാര്യം വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ ഒരു നിലപാടെടുക്കാൻ പറ്റുന്ന നിലപാട് തറ നമുക്കുണ്ട്. അത് ഉടമ്പടിയാണ്, ഉടമ്പടി ജീവിതമാണ്. നമ്മൾ ഉടമ്പടി ജീവിതം മാത്രം നോക്കിയാൽ മതി. എന്തുമാത്രം ആ ഉടമ്പടി ജീവിതം വെച്ചുകൊണ്ട് ദൈവത്തോട് ഇൻറ്റിമസി ആകാം, അത്തരം നീ ഇൻറ്റിമസി ആകണം. ആ ഉടമ്പടി ജീവിതം വെച്ചുകൊണ്ട് എന്തുമാത്രം ഉടമ്പടി ജീവിതം അർഹിക്കുന്ന ഒരു ആത്മബന്ധം ദൈവവുമായിട്ട് കാണിക്കാൻ പറ്റും, നീ അത്ര കാണിച്ചു പോകണം. നമ്മൾ ആരെയും വെറുക്കുകയോ നമ്മളെ ഉപദ്രവിച്ചവരെ തിരിച്ചുപദ്രവിക്കാൻ പോവുകയോ നമ്മളെ വിഷമിപ്പിച്ചവരെ തിരിച്ച് അവരുടെ നാശം നമ്മൾ കണ്ടിട്ട് സന്തോഷിക്കാൻ പോവുകയോ, ഇങ്ങനെ പൈശാചികമായ ഒരു സാധനവും നമുക്കുണ്ടാകാൻ പാടില്ല, ഉണ്ടാവരുത്. കാര്യം നിങ്ങൾ ദൈവത്തിൻ്റെ ഈക്വൽ പാർട്ട്ണറാണ്, ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന ആളാണ്. നിങ്ങളായിട്ട് ഉടമ്പടിയുടെ ആ പങ്കാളിത്ത യോഗ്യത നഷ്ടപ്പെടുത്തി കളയരുത്. ഉടമ്പടിക്കൊരു പങ്കാളിത്ത യോഗ്യതയുണ്ട്. പല ആൾക്കാർക്ക് ഒരു അബദ്ധം പറഞ്ഞാൽ അങ്ങനെയാണ്. നിങ്ങളുടെ ശത്രുക്കളുടെ തിന്മ കാണാൻ നിങ്ങൾക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടാകും. അവൾക്ക് അങ്ങനെ തന്നെ വേണം, അവൾ ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടിച്ചതാണ്, തീർന്ന് നിങ്ങളുടെ ഉടമ്പടിയുടെ ആ വിശുദ്ധി പോയി. നിങ്ങളെപ്പോലെയുള്ള ഒരു ശത്രുവിൻ്റെ പതനം കാണുന്ന അസൂയക്കാരത്തിയെ ഉടമ്പടിയിൽ കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും ശത്രുവിൻ്റെ പതനം നമ്മൾ ഒരിക്കലും സന്തോഷിപ്പിക്കരുത്. എന്താ കാരണം? അത് അവർക്കങ്ങനെ വരാതിരിക്കട്ടെ. ശത്രുവിന് പോലും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പറയത്തില്ലേ? എന്ന് പറഞ്ഞ പോലെ എല്ലാവരെയും ആശീർവദിച്ചു കൊണ്ടാണ്, നിങ്ങളെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ആരാധന റോമ 12:14. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഇതാണ് വിഷയം. ഒരു ദൈവ പൈതലിൻ്റെ, ഉടമ്പടി പൈതലിൻ്റെ നിലപാട് അതാണ്. നിങ്ങളെ ഒന്നുകൂടി വായിച്ചേ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കുക മനസ്സിൽ ഓർക്കത്തില്ല ചില ആൾക്കാർ. ആ മനസ്സിലുള്ള ഓർമ്മ പോലും നിങ്ങളുടെ ഉടമ്പടിയെ ബാധിക്കും. ഇപ്പോൾ എല്ലാത്തിലും മേലെ ഉടമ്പടി തന്നെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. നിങ്ങളുടെ ഉടമ്പടി ബന്ധമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് പല രീതിയിൽ വന്നു പോകും. പക്ഷെ നിങ്ങളുടെ ചിറകിൻ്റെ കീഴിലാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? നമ്മൾ തന്നെയായിരിക്കും. കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലാണ് ഞാൻ ഉടമ്പടികളെ പാലിച്ചുകൊണ്ട്. നീത അങ്ങനെയാണ്. ഇത്രയും വലിയ വിനാശം കടന്നു പോകുമ്പോഴും അവൾ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ തന്നെയാണ്. അതിൻ്റെ ടൈം കഴിയുമ്പോൾ കർത്താവ് അവളെ ലിഫ്റ്റ് ചെയ്യും. അതിൻ്റെ ടൈം കഴിയുമ്പോൾ കർത്താവ് അവളെ ലിഫ്റ്റ് ചെയ്യും. ഇങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ഇങ്ങനെയാണ്. അതിനെല്ലാം കൃത്യമായ വചനങ്ങളുണ്ട്. അതിൻ്റെ ടൈം കഴിയുമ്പോൾ കർത്താവ് നിങ്ങളെ സെറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അതെല്ലാം വാഗ്ദാന പ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. എൻ്റെ മക്കളെ, ഒരു ഉടമ്പടി ഒരു 3 പുതുക്കി കഴിഞ്ഞാലേ നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കണം. കുറച്ച് എങ്ങനെ ശ്രദ്ധിക്കണം? സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമുക്ക് ചുറ്റും സംഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ദൈവം ഒത്തിരി സംസാരിക്കുന്നുണ്ടാകാം. പലപ്പോഴും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ ഈ അലവലാതി പിടിച്ച മനസ്സ് കാരണം, അശ്രദ്ധയുള്ള മനസ്സ് കാരണം യു ആർ നോട്ട് ലിസൺ ടു ഇറ്റ്. നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് ഒരു അബദ്ധം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യം വന്ന്, അത് പറഞ്ഞിരിക്കുന്നത് സിബിയാണ്. സിബി ഷിജോ, സിബി കൊല്ലത്തുനിന്ന്. പക്ഷെ അതിൻ്റെ സാക്ഷ്യത്തിൽ നല്ല സാക്ഷ്യമാണ്. ഈ സിബി ഷിജോയുടെ വിഷയം ഭയങ്കര രസമാണ്. നിതയുടെ വിഷയത്തെക്കാളും രസമാണ്. രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിതയ്ക്കൊക്കെ അവൾക്ക് ഡിഗ്രിയൊക്കെ ഉണ്ട്, പഠിത്തമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴായാലും ഒരു കോൺഫിഡൻസ്, എവിടെയെങ്കിലും കയറി പറ്റാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ്, ഒരു വിദൂര കോൺഫിഡൻസ് എങ്കിലും ഉണ്ടാവും. ഈ വിദൂര കോൺഫിഡൻസ് പോലും ഇല്ലാത്തൊരാളാണ് ഈ സിബി എന്ന് പറയുന്ന ആൾ. അവൾ ഭർത്താവിന് ചെറിയൊരു ജോലിയുണ്ട്, 2 കുഞ്ഞുങ്ങളൊക്കെ ആയി. ഈ 2 കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ വരെ ഈ ബ്രീഡിങ് ടൈം ഉണ്ടല്ലോ. അപ്പോൾ അവരാരും ജോലിക്ക് പോകാൻ ചിലർ ഇഷ്ടപ്പെടത്തില്ല. കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും വളർത്തിയെടുത്തുകൊണ്ട് വരണമെന്നുള്ള ചില അമ്മമാർക്ക് ഭയങ്കരമായ ഒരു കുഞ്ഞുങ്ങളോടുള്ള ശ്രദ്ധയും, കാരണം വേറെ ജോലി കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പട്ടിണിയാണെങ്കിലും പരുവട്ടമാണെങ്കിലും കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കട്ടെ എന്നുള്ള അങ്ങനെ ഒരു ചിന്ത ഉള്ളവരുണ്ട്. ചില ആൾക്കാർ പ്രസവിച്ചിടന്നിട്ട് ആർക്കിടെങ്കിലും കൈ കൊടുത്തും പോവും, അവർ ജോലിക്ക് പോവും. അങ്ങനെ ഓരോ ടൈപ്പ് മനുഷ്യരാ. അപ്പോൾ ഇത് രണ്ടും ശരിയാണെന്ന് വെച്ചാൽ രണ്ടും ശരിയാണ്. അപ്പോൾ ഇവളുടെ അങ്ങനെ ഈ ടൈപ്പല്ല. ഈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് 2 കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന സമയത്ത് ജോലിക്ക് പോകാൻ, എന്ത് ജോലിക്ക് പോകണമെന്ന് അറിയത്തില്ല. അതാണ് പ്രശ്നം. 2 കുഞ്ഞുങ്ങളൊക്കെ ഒരു 4 വയസ്സും 2 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ചിലവായി, വീട്ടിലെ ചിലവ് കൂടിക്കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ വരുമാനത്തിൽ ഒതുങ്ങണില്ല. അപ്പോൾ അവൾക്ക് തോന്നി ന്യായവും സത്യമായിട്ടും ഈ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഉത്തരവാദിത്വം, ഭർത്താവിനെ സഹായിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ, എനിക്ക് കൂടി ജോലിക്ക് പോയാൽ
കുടുംബം വലിയ പരിക്കില്ലാതെ പോകും. പക്ഷേ ഇവൾക്ക് അറിയത്തില്ല എന്നാ ജോലിക്ക് പോകണമെന്ന്, ഒരു ഐഡിയ ഇല്ല. കാര്യം ജോലിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ചിന്തയും ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഇവൾ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടിയിലൊരു വിഷയം എന്ന് വെച്ചാൽ ഉടമ്പടിയിൽ ഈ സത്യമുള്ള ആൾക്കാരാണ് വന്ന് ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല. സത്യമില്ലാത്ത ആൾക്കാർ ഉടമ്പടി എടുക്കുമ്പോഴാണ് കുഴപ്പങ്ങൾ വരണതെല്ലാം. സത്യമുള്ള ആൾക്കാരാണ് വന്ന് ഉടമ്പടി എടുക്കണമെങ്കിൽ, കാര്യം ഉടമ്പടിയെ മാനിച്ചും ഉടമ്പടി ജീവിതത്തെ ആസ്വദിച്ചും, ഉടമ്പടി ജീവിതത്തെ ചില ആൾക്കാർ ഭാരമായിട്ടല്ലേ കാണുന്നത്. അയ്യോ ഇനി 5:30 എഴുന്നേൽക്കണമല്ല, പത്രം കൊടുക്കാൻ പോകണം. ഇപ്പോൾ ഇന്നലെ ഒരു മോളോട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞു, അയ്യോ അമ്മ 4 ഉടമ്പടി എടുത്തതാണ്, ഞാൻ ഉടമ്പടി എടുത്തില്ല. കാര്യം എന്തറിയാമോ, ഞാൻ ഓർത്ത് ഈ പത്രം എന്തിനാണ് കൊണ്ടു നടന്ന് കൊടുക്കണം, ആൾക്കാരെ കളിയാക്കത്തില്ലേ, അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല. അപ്പോൾ ചില ആൾക്കാർ ഉടമ്പടിക്ക് പിന്നെ അത് തന്നെയല്ലേ എനിക്കിങ്ങനെ 5:30 എഴുന്നേക്കാൻ പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ഉടമ്പടി ഭാരമായിട്ടും ചില ആൾക്കാർ വന്ന് കൃപാസനത്തിൻ്റെ പണി തരും. അതാണ് കുഴപ്പം. അവർക്ക് ഭാരമാണ്, അവർ ദൈവത്തെ പരീക്ഷിക്കാൻ പറ്റുന്നതാണ്. പരീക്ഷിച്ച് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വരുമ്പോൾ തന്നെ മറ്റുള്ളവർ നിങ്ങൾ കാരണം സത്യസന്ധമായിട്ട് ചെയ്യുന്നവർക്ക് പോലും ഉതപ്പായിട്ട് വരും. ഇപ്പോഴവൾ ഗതികെട്ട് വന്ന് ഉടമ്പടി എടുത്തിട്ട് കാര്യം അമ്മയുടെ ഉടമ്പടി നിൽക്കണില്ല. ഇവളുടെ പല കാര്യങ്ങളും പരാജയപ്പെടുന്നു. ഇത്രയും നാൾ അവൾ ജീവിച്ചത് അമ്മയുടെ കെയർ ഓഫിലാണ്. അമ്മ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ച എല്ലാ സാധനവും നടക്കാനുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് ഇവൾ അമ്മയുടെ ചിറകിൻ്റെ കീഴിൽ നിൽക്കുകയാണ് ശരിക്കും. അതുകൊണ്ട് അവൾക്ക് സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കാൻ താല്പര്യമില്ല. കാര്യം അമ്മയുടെക്ക് എന്ന് ഉടമ്പടി എടുത്തിട്ട് അവളുടെ കാര്യം നടക്കാനുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-22 വയസ്സായപ്പോൾ എല്ലാം ഈ മദറിൽ നിന്നുള്ള വരുമാനമെല്ലാം സ്റ്റോപ്പാക്കി ദൈവം. നിങ്ങൾക്കറിയാമില്ല, ഒരു ടൈം കഴിഞ്ഞാൽ അമ്മമാരുടെ ഔദാര്യത്തിൽ നിന്നുള്ള ആധ്യാത്മികത വർക്കൗട്ട് ചെയ്യത്തില്ല. അതിപ്പോൾ നിങ്ങൾക്ക് കൃപാസനത്തിൽ വരുമ്പോൾ മനസ്സിലാകും. അമ്മ കൊച്ചിനെക്കുറിച്ച് പറയുമ്പോൾ അവളെന്ത് ചെയ്യുന്നു ചോദിക്കും. ഞാൻ ഉടനെ ചോദിക്കും. അമ്മ കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അവൾ വീട്ടിലുണ്ട്, അപ്പം തന്നെ ഇവരെ ഞാൻ സ്റ്റാമ്പ് ഒട്ടിച്ച് കൊറിയർ ചെയ്യും. വീട്ടിൽ പോയി കിടക്കാം. കാരണം അവൾ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്, എന്നിട്ട് അമ്മയെ തള്ളി വിട്ടിരിക്കുകയാണ്. അപ്പം ചോദിക്കും ഞാൻ ചോദിക്കുമ്പോൾ പിന്നെ ദൈവം ചോദിക്കത്തില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ 10-20 അമ്മയുടെ കെയർ ഓഫിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ എത്രയും വേഗം ഷിഫ്റ്റ് ചെയ്യണം, നിങ്ങളുടെ കെയർ ഓഫിൽ വരണം. ദൈവമായിട്ട് ഇടപാടുകൾ നിങ്ങളുടെ കെയർ ഓഫിൽ വരണം. അപ്പോൾ ഇപ്പോൾ ഞാനീ പറഞ്ഞ മോളെന്ന് പറയുന്നത് അവൾക്ക് ഇപ്പോൾ അവളുടെ കെയർ ഓഫിലായി. അവൾ തന്നെ സ്വന്തം നിലയിൽ കർത്താവിനെ കണ്ടെത്തി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് സത്യസന്ധമായിട്ട് ഉടമ്പടി മുന്നോട്ട് പോയി. അവളോട് ദൈവം അവളെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടാണ് ഇന്നലെ സാക്ഷ്യം പറഞ്ഞത്. പക്ഷേ ആദ്യത്തെ ഘട്ടത്തിൽ ഇവരൊരു ഉഴപ്പ് മോഡലിലാണ് വരണത്. അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി നമ്മൾ കുറച്ച് വളരെ വെടിപ്പായി ദൈവതിരുസന്നിധിയിൽ കൃത്യമായി നിൽക്കുകയാണ്. ചിലർക്ക് പൊരിഞ്ഞ ദൈവസ്നേഹമായിരിക്കും. അവർക്ക് പണ്ട് ദൈവസ്നേഹം ഉണ്ടാവും, ഉടമ്പടി എടുക്കുമ്പോൾ അത് കൂടും. ഞാൻ പറഞ്ഞ സിബിക്ക് അങ്ങനെയാണ്, ദൈവസ്നേഹം കൂടി. അവർ 2ാമത്തെ 3ാമത്തെ ഉടമ്പടി ആയപ്പോൾ തന്നെ അവിടെ ലൈഫിനെ ദൈവം റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ഇവൾക്കൊരു ഐഡിയ ഇല്ല, എന്നാ ജോലിക്ക് പോകും, ആര് ജോലി തരും, എവിടെ ജോലി ചെയ്യുമെന്നൊക്കെ ഒന്നൊരു ഐഡിയ ഇല്ല. പക്ഷേ ഉടമ്പടി 3 പുതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ഏതെങ്കിലും വിദേശത്ത് പോകാമെന്നുള്ള ഒരു ഐഡിയ കിട്ടി. അപ്പോൾ അവൾ വിചാരിച്ചത് ഇസ്രയേലിൽ പോകാനാണ്. ഇസ്രയേലിൽ പോകാൻ മനസ്സിൽ വിചാരിച്ചതാണ്. അപ്പോൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഇസ്രയേൽ തീരുമാനിച്ച ദിവസം ഇവൾ ഉടമ്പടിയിലായത് കാരണം വേറൊരു ആൻറ്റി വന്ന് ഇവളെ കണ്ട്. നമ്മൾ ഉടമ്പടിയിലാകുമ്പോൾ ഗുണവതാണ്, നമ്മളൊരു സംഭവം തെറ്റായി തീരുമാനിച്ചാൽ അതുവഴി നമുക്ക് നാശമാണ് വരാൻ പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അമ്മ ഉടനെ ആളെ വിട്ടിട്ട് തിരുത്തും.
ഇവളെ ഇസ്രായേലിൽ പോകാൻ തീരുമാനിച്ച ദിവസം ഒരു ആൻറ്റി വന്ന് ഇവളെ കാണാം. കണ്ടച്ചും പറഞ്ഞു, നീ ഇസ്രായേലിൽ പോകാൻ തീരുമാനിച്ചോ? അപ്പോൾ നിൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകണില്ലേ? അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇസ്രായേലിൽ ഭർത്താവിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ആൻറ്റി ഞാൻ എവിടെ പോകും? പിന്നെ നിനക്ക് ഇറ്റലി നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റലി നല്ലതാണെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെയൊക്കെ വിസ പ്രോസസ്സിങ്ങും ഒക്കെ കുറച്ച് പാടാണ്. എന്നാലും ഇനി ഇവൾ മൂവ് ചെയ്ത് ഇറ്റലിയിലേക്ക് മൂവ് ചെയ്ത് പക്ഷേ എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് വിസ ഇൻ്റർവ്യൂ ആണ്. വിസ ഇൻ്റർവ്യൂവിന് പോയിട്ടില്ലല്ലോ, ആദ്യം പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, എന്താ പറയണം, അവരെന്ത് ചോദിക്കും, അവരോട് എന്ത് മറുപടി പറയണമെന്നതിനെക്കുറിച്ച് ഇങ്ങനെ പലതും കാണാപ്പാടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ ചെന്നിട്ട് ഭയങ്കര വിറച്ചല്ലിയാണ് ചെല്ലണത്. വിറച്ചൽ ഇറ്റലി VFSൽ ഇവർ ചെല്ലുമ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ ഇൻ്റർവ്യൂ ഇരിക്കുന്ന ലേഡി പറയും ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവിടെ ഐസി പോയി. കാര്യം ഒരു 10-30 കൊല്ലമായിട്ട് ഇവിടെ പരിചയമുള്ള പോലെയാണ് ആ വിസ ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആൾ സംസാരിക്കുന്നത്. എന്നിട്ട് 1-2 വളരെ ഹൃദ്യമായിട്ട് ചിരിച്ചുകൊണ്ട് 1-2 വർത്തമാനമൊക്കെ പറഞ്ഞ് ഇറ്റ്സ് ഓക്കെ ഓവറെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വിസ ആയെന്ന് പറഞ്ഞു. ഇത്രയും സിമ്പിളാണ്. അമ്മ ഒരു വിഷയം ഏറ്റെടുത്താൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അമ്മ ആളെ വെക്കും. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അമ്മ ഒരു വിഷയം ഏറ്റെടുത്താൽ, നിങ്ങൾക്ക് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. നിങ്ങൾ ചില ആൾക്കാർ ഇന്ന് പുതിയതായിട്ട് വന്ന ആൾക്കാരായിരിക്കും. ഇത് സ്ഥിരം പരിപാടിയാണ് കൃപാസനത്തിലെ. അമ്മ ഒരു വിഷയം ഏറ്റെടുത്താൽ, നിങ്ങൾ ഉടമ്പടി ഏറ്റവുമെന്ന് തോന്നിയാൽ, അതാണ് വിഷയം. അമ്മ ഏറ്റെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഉടമ്പടി ഏറ്റെടുത്തെന്ന് അമ്മയ്ക്ക് തോന്നിയാൽ പിന്നെ നീ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അമ്മയുടെ ആളായിരിക്കും വെക്കാൻ പോണത്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, അമേരിക്ക ഇൻ്റർവ്യൂവിന് പോയ സമയത്ത്, അമേരിക്ക ഇൻ്റർവ്യൂവിന് പോയാൽ നമുക്ക് ഇരിക്കാൻ പോലും കസേര തരത്തില്ല അവർ. എന്നിട്ട് ഇവർ റോഡേ നിർത്തിയിരിക്കുകയാണ് ആൾക്കാർ. ഞാൻ ഉൾപ്പെടെ റോഡേ നിൽക്കുകയാണ് ഈ ഫയലൊക്കെ പിടിച്ചോണ്ട്. ഒരു മനുഷ്യനെ അവർ അതിൻ്റെ അടുത്ത് കയറ്റത്തില്ല. ചെക്ക് ചെയ്ത് ആണ് അവർ ചെയ്യണത്. അവസാനം ഇത്രയും ചെക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഒരു അപ്പച്ചനും അമ്മച്ചും കൂടി നിലയും പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോണം. അത് എൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ച്. കൽക്കട്ടയിലായിരുന്നു ഇൻ്റർവ്യൂ. അമേരിക്കൻ ധ്യാനത്തിന് ഉള്ള വിസയ്ക്ക് പോയതാണ്. അപ്പം ഞാൻ ഒരു അപ്പച്ചനും അമ്മച്ചിയും മക്കൾ അവിടെയാണ്, അവിടെ കൂടെ പോയി താമസിക്കാൻ വേണ്ടിയാണ് ഈ ഇൻ്റർവ്യൂവിന് വന്നത്. പക്ഷേ റിജക്റ്റായിപ്പോയി. ഇനി ഒരു കാലത്ത് അവർക്ക് പോകാൻ പറ്റത്തില്ല. അത്രയും സ്ട്രിക്റ്റാണ് അവർ. അവർ നോക്കണേ ഈ വയസ്സാം കാലത്ത് ഇവർ അവിടെ കൊണ്ടുപോയിട്ട് അമേരിക്ക ചെലവിന് കൊടുക്കണമെന്നാണ് ചോദിക്കണം അവർ. അതാണ് വിഷയം. അല്ലെങ്കിൽ ഇവർ എല്ലാം മരിക്കണമെങ്കിൽ കെട്ടിപ്പോക്കുക ഇങ്ങോട്ട് തന്നെ പറഞ്ഞു വരണ്ടേ. ഇങ്ങനെ കുറേ വിഷയങ്ങളുള്ള കാരണം ഇങ്ങനെ റിസ്ക് ഒന്നും അവരെടുക്കത്തില്ല. നമ്മളെ കുഞ്ഞ് ഒരു ദിവസം നമ്മൾക്ക് അപ്പന് എൻ്റെ കുഞ്ഞാണ് എൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറയാവുന്നേ ഉള്ളൂ. ഒരു പണിയും നടക്കത്തില്ല അവർ. അപ്പോൾ ഇവർ അങ്ങനെ എത്രയോ പേര് നിലയം പിടിച്ചുകൊണ്ടിരുന്നത്. ഞാനവിടെ ചെന്നപ്പോഴുണ്ട് എൻ്റെ കയ്യിൽ ഹോട്ടലിലാണ് എൻ്റെ പേപ്പർ കിടക്കണത്. ഞാൻ തിരുത്തിക്ക് വെളുപ്പിനെ ചാടി പോകുന്നതാണ്. എൻ്റെ കയ്യിൽ നേരത്തെ ഈ ബ്ലൂ പ്രിൻ്റ് ചെയ്ത പേപ്പർ, തമ്പ് ഇംപ്രഷനൊക്കെ എടുത്ത പേപ്പർ എൻ്റെ കയ്യിലില്ല. അപ്പോഴത്തേ ഞാൻ അവിടുത്തെ പണിയായിപ്പോയെന്നു. അപ്പം ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ജപമാല ചൊല്ലി ഞാൻ ഈ ആൾക്കാരൊക്കെ പറഞ്ഞു വിടുന്ന സായിപ്പുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ അയാൾ 5-ാം നമ്പറിൽ ഇരിക്കുകയായിരുന്നു. 5-ാം നമ്പറിലായിരുന്നു കൗണ്ടർ. അവിടെ നിന്നാണ് ഈ ആൾക്കാരെല്ലാം ക്യാൻസൽ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനവിടുത്തെ എന്നെയും ക്യാൻസൽ ചെയ്യും. ഞാൻ ചെല്ലുകയും അമ്മ അയാൾ അവിടെ നിന്ന് ക്യാൻസലാക്കി. അതാണ് എൻ്റെ വിറ്റ് എന്ന് പറയണത്. അയാളെ ക്യാൻസലാക്കിയിട്ട് ഒരു നീഗ്രോ ലേഡി വന്ന് കയറിയിരുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. എവിടെ താമസിക്കണത്, അവിടെ പോയി എവിടെയാണ് താമസിക്കണത്, ഒറ്റ ചോദ്യം. ഓക്കെ, 2 ആഴ്ച കഴിയട്ടെ, വിസ ഓക്കെ ആണെന്ന് പറയും. ഇത്രയും സ്പീഡാണ് സംഭവം. നമ്മൾ ഇതെല്ലാം അമ്മ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഷിഫ്റ്റിംഗ് ഉണ്ടാവും, ചേഞ്ചിങ് ഉണ്ടാവും. ആർക്കും നമുക്കെതിരെ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അതുപോലെ തന്നെയുള്ള കാർക്കശ്യം അമ്മ മാതാവ് നമ്മളോട് കാണിക്കണ
അതേ കാർക്കശ്യം നിങ്ങൾ ദൈവത്തോട് കാണിക്കണം. അത്രേ ഉള്ളൂ പ്രശ്നം അതിൻ്റെ അകത്ത്. നമ്മളോട് ഇങ്ങനെയാണ് അമ്മ ചെയ്യണത്. നമ്മളെ സ്വന്തം അമ്മ ഈശോനെ പോലെ നമ്മളെ ജനിപ്പിച്ചതും പറഞ്ഞ് നടക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് അമ്മ ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ ഈ ഉടമ്പടി വഴി അമ്മയ്ക്കൊരു ബോധ്യം കൊടുക്കണം. എന്താണ്? നമ്മളെ സത്യസന്ധമായിട്ടാണ് ഉടമ്പടിയിൽ ദൈവത്തോട് ഇടപെടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ സെറ്റ് ചെയ്തോളൂ. നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇവളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഈ സിബിയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. 1 മാസമായിട്ടും പക്ഷേ റിസൾട്ടൊന്നുമില്ല. കൊല്ലത്ത് നിന്ന് കൃപാസനത്തിലോട്ട് വരികയാണോ, 5ാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരികയാണ്. കായംകുളത്ത് എത്തിയപ്പോൾ 2 ജപമാല തീർന്ന്, ജപമാലയിൽ കൊണ്ട് പോരുകയാണ് ബസ്സിൽ. കായംകുളത്ത് എത്തിയപ്പോൾ 2 ജപമാല തീർന്നപ്പോൾ അവൾ അമ്മയോട് ചോദിച്ചു, അമ്മേ 1 മാസമായിട്ട് ഒരു ഐഡിയയും ഇല്ല, ഒരു റെസ്പോൺസും ഇല്ല, ഒരു റിപ്ലൈയും ഇല്ല, എന്ന് പോകാൻ പറ്റും അമ്മേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവളിങ്ങനെ പുറത്തിട്ട് നോക്കിയപ്പോൾ മേഘങ്ങളിൽ കുറേ എഴുത്തുകൾ. അപ്പോൾ ഉടനെ അടുത്തിരിപ്പുണ്ടായിരുന്നു. ചേച്ചി ആകാശത്ത് എന്തോ കാണുന്നുണ്ട്, ചേച്ചി എല്ലാം കാണുന്നുണ്ടോ? അപ്പോൾ ചേച്ചി പറഞ്ഞ് അത് 7:23. ഞാനും 7:23 കാണുന്നത്. അവളുടെ സാക്ഷി എന്താണെന്നറിയാവോ? അന്ന് എൻ്റെ വിസ അടിച്ചു, പാസ്പോർട്ടിൻ്റെ 7ാം പേജിൽ ഞാൻ പോകുന്നത് ജൂൺ 23-ാം തീയതിയാണ്. ഇത്രയും സ്പീഡാ. ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. ഇതാണ് ഉടമ്പടി. അതായത് നമ്മൾ ലോകം ഉണ്ടായിട്ട് ഇത്രയും വൃത്തിയായിട്ട് മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളോട് അക്ഷരം കൊണ്ടും വാക്കുകൊണ്ടും ശബ്ദം കൊണ്ടും ദൈവം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു ചരിത്രമില്ല. അത്രയും സുന്ദരമാണ് സംഭവം. ഞാൻ അച്ഛൻ നിങ്ങളോട് പറയുമ്പോഴത് എൻ്റെ മക്കളെ കുറച്ചുകൂടി ഒരു സത്യസന്ധതയും വിശ്വസ്തതയും കാണിച്ച് ഉടമ്പടി ഒരു വലിയ വിഷയം. നിങ്ങളുടെ ജോലിയെക്കാളും ഉടമ്പടി നിയോഗത്തെക്കാളും ഉടമ്പടിയാണ്. എന്തിനാണ് ഇപ്പോൾ ഇന്നലെ ഒരു മോളിവിടെ പറയായിരുന്നു, ഞാൻ എൻ്റെ ജീവിതകാലം ഇനി ഉടമ്പടിക്ക് വേണ്ടിയാണ് ജീവിക്കണമെന്ന്. ഇന്നലത്തെ സാക്ഷ്യം അതായിരുന്നു. അവസാനത്തെ, ഞാൻ എൻ്റെ ജീവിതകാലം ഇനി ഉടമ്പടിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്തിനാണ് ജീവിക്കണത്? ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് ജീവിക്കാനാണ്. എഴുന്നേൽക്കുക. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താടുകളെല്ലാം ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളുകളെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഉച്ചത്തിൽ ചെയ്ത് പാടാം. ഇന്നതല്ല ദൈവം നമ്മെ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി. കൈകൾ ഉയർത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കൃപാസനത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, ആത്മീയ എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുവാനുള്ള എൻ്റെ മക്കളെ, നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ മക്കൾ കൈകൾ മാറ്റി മാറ്റി വെച്ചാൽ മതി. രോഗമുള്ള ഇടങ്ങളിലേക്ക് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ നിങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, നിന്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ രോഗമുള്ള ഇടത്തേക്ക് കൈകൾ വെക്കുക. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകര, അണിപ്രധാന അനുഗ്രഹത്തിൻ്റെ വലതുകര ഈ നിമിഷം ദിവ്യകൃപാന എഴുന്നള്ളിച്ച് ജ്വലിച്ച് നിൽക്കുന്ന സമയങ്ങളിൽ അങ്ങയുടെ മക്കൾ അവിടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് അവിടെ കൈകൾ വെക്കുന്നു. അടിപ്പിണർ പോലെ, വൈതാഘാതം പോലെ ദൈവികമായ ശക്തി ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ ശക്തി പ്രസരിക്കട്ടെ. മാരകരോഗങ്ങൾ, തീരാവേദികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നാമത്തെ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, നമ്മുടെ മക്കൾ പരീക്ഷ എഴുതുന്ന സമയമാണ്. ആദ്യത്തെ പരീക്ഷ, നീറ്റിൻ്റെ പരീക്ഷ അവർക്ക് പാളിപ്പോയി. ഒത്തിരിയേറെ മക്കൾ ഇവിടെ നിന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. പല കുഞ്ഞുങ്ങളെ ഇപ്പോഴും പുതിയ ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ചിലർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ചിലക്കൊരു തീരുമാനം എടുക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. അവരെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിത ദുരിതങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്നവര്, ഉറ്റവർ പിരിഞ്ഞുപോയവര്, മരിച്ചുപോയവര്, കുടുംബത്തിൽ സാമ്പത്തികമായ ബാധ്യതകൾ, വലിയ കടങ്ങൾ വന്നവരെ, ജീവിക്കാൻ മാർഗമില്ലാതെ തൊഴിൽ നഷ്ടപ്പെട്ടവരെ, ഉള്ള തൊഴിലിന് വരുമാന മാർഗവും കച്ചവടവും ഒന്നുമില്ലാതെ വരുമാനമില്ലാതെ വിഷമിക്കുന്നവരെ, തർക്കപ്പുരയിടങ്ങൾ, വിവാദഭൂമികൾ, തീരുമാനമെടുക്കാൻ പറ്റാത്തവർ, ഭാഗോടുമ്പടി നടക്കാത്തവർ, പെൻഷൻ, PR, വിദേശ ജോലി, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, എല്ലാ മേഖലകളിലും ഈ ആഴ്ച യാത്ര ചെയ്യുന്നവർ, യാത്രയെ അഭിമുഖീകരിക്കുന്നവർ, അവിടെ എല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഉടമ്പടി വെച്ച മുഴുവൻ നിയോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കാൻ വേണ്ടി, മാതാവിൻ്റെ പ്രത്യക്ഷത്തിന് സാക്ഷിയായി നീ മാറാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ സത്യ ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ.
ക്ഷമിക്കുക. മൗനമായി അച്ഛൻ പറയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഓർത്ത് മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ ഈശോയുടെ തിരുസന്നിധി സമർപ്പിക്കുക. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷികളാക്കി അൾത്താരയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവനാമത്തിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആമേൻ, ആമേൻ, മരിയ, ആമേൻ, സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.